ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റർ കോംപ്ലക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റെപ്പ് ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 100% റിസൾട്ട് നൽകുന്ന ഒരു 4 സ്റ്റെപ്പ് ഫേഷ്യൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ നമ്മൾ ഹോം റെമഡീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ 4 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും ഇമ്പ്യൂരിറ്റിയും ജേംസ് ഒക്കെ നമുക്ക് റിമൂവ് ആക്കി കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസിങ് സ്റ്റെപ്പിന് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് പാലാണ്, നമ്മുടെ മിൽക്കാണ് കേട്ടോ. അപ്പോൾ മിൽക്കിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് മിൽക്ക് മാത്രം എടുത്തിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം പാറ്ററി ചെയ്തിട്ട് വേണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് കുറച്ച് എൻ്റെ ഫേസിന് ആവശ്യമായത് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലെൻസിങ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. പാലെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നല്ല രീതിക്ക് പുറം തള്ളാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്രൈറ്റർ കോംപ്ലക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും, പിഗ്മെൻറ്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നമ്മുടെ പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി. 1 or 2 മിനിറ്റ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡാർക്ക്നെസ് ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെയാണ് കേട്ടോ പാലെന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പാല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷനും മെലസ്മയും അൺഈവൻ ടോണൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പേടിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ലല്ലോ, നമ്മൾ പാലല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓവറോൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ജെൻറ്റിൽ മസാജും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് എൻ്റെ സ്കിന്നിലേക്ക് മിൽക്കിൻ്റെ കണ്ടൻറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരാം. അപ്പം തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് റിസൾട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട്. 1 or 2 മിനിറ്റ് മതി, മാക്സിമം നമുക്ക് 5 മിനിറ്റ്സ് ഒക്കെ വെക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് ഫേസ് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുത്തിട്ട് പാറ്ററി ചെയ്തിട്ട് വേണം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കോഫി പൗഡറിൻ്റെ കൂടെ പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോഫി പൗഡർ നമ്മൾ എടുക്കുമ്പോൾ സ്ക്രബിങ്ങിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ എപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ അല്ലാണ്ട് കുറച്ച് തരി, അതായത് കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ഉള്ള കോഫി പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പം അങ്ങനത്തെ ഇല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ സ്ക്രബിങ് ചെയ്യുമ്പോൾ നമ്മളൊരു മാക്സിമം 3 മിനിറ്റ് ഒക്കെ മതി, 2 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് അതിനുശേഷം നമ്മളൊരു 1 മിനിറ്റ് ഒക്കെ വളരെ ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും റഫായിട്ട് സ്ക്രബ് ചെയ്യരുത്. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റർ ആവും, ഡേർട്ടും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നന്നായിട്ട് റിമൈനിങ് ആയിട്ടുള്ളതൊക്കെ പോകാനും അതോടൊപ്പം തന്നെ ഓയിലൊക്കെ പോഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. പിന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് കൂടാണ്ട് പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു സ്ക്രബിങ് സ്റ്റെപ്പ്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യലിലൊക്കെ നമ്മൾ സ്ക്രബിങ് സ്റ്റെപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്രബിങ് നമ്മൾ എപ്പോഴെപ്പോഴും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വീക്ക്ലി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 1 ടൈം അല്ലെങ്കിൽ മാക്സിമം 2 ടൈംസ് മാത്രം, അതും ഓൾട്ടർ ദിവസങ്ങളിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ചെയ്യാനും പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മൺഡേയിലാണ് ഇതേപോലെ ഒരു ഫേഷ്യൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക, ഒരു 2 or 3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെയാണ് സ്ക്രബിങ് ചെയ്യുന്നത് ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മുടെ സെൽസിൻ്റെ ടേൺ ഓവറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ സ്ക്രബിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് മിൽക്കും അതോടൊപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എപ്പോഴും കുറച്ചുകൂടെ ബെറ്റർ തരിത്തരി ആയിട്ടുള്ള കോഫി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ നേരം കുറച്ച് തരിത്തരി ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കോഫി പൗഡറിന് പകരം നമുക്ക് റൈസ് ഫ്ലോർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. സ്ക്രബിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 2 or 3 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ജെൻറ്റിലി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ്
പതിയെ നമ്മളൊന്ന് മസാജ് ഓവർ സ്ക്രബിങ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്റ്റെപ്പായി നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫേസ് പാക്കാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാല് വേണം, പിന്നെ ഉലുവ പൊടിച്ചതുണ്ട്, അതോടൊപ്പം തന്നെ കോഫി പൗഡർ ഉണ്ട്. അപ്പോൾ കോഫി പൗഡർ എടുക്കുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഈ സ്റ്റെപ്പിൽ, അതായത് നമ്മൾ ഫൈൻ കോഫി പൗഡേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും തരിത്തരി ഉള്ളതല്ല, ഫൈനായിട്ടുള്ള പൗഡേഴ്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി നമ്മൾ സ്ക്രബ് ചെയ്തപ്പോൾ തരിത്തരിയാണ് ചൂസ് ചെയ്യേണ്ടത്, അതില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ആകും, ഡാർക്ക്നെസ്സും ഡാർക്ക് സർക്കിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എത്ര മിനിറ്റാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല പോലെ നമ്മുടെ ഫേസ് ക്ലീൻ ആക്കിയിട്ട് വേണം ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്രബിങ്ങിൻ്റെ സമയത്ത് നമ്മൾ, അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നമ്മുടെ നോസ് ഏരിയയിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ പാറ്ററിയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പാലൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പാലില്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമ്മുടെ തൈരൊക്കെ എടുക്കാം കേട്ടോ. ഇതേപോലത്തെ പാക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നല്ല രീതിക്ക് മിക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ മിക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം 20 മിനിറ്റ് തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമലി ഇതേപോലത്തെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. അത്രയും നേരം നമ്മൾ മിണ്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാക്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്, നമ്മൾ കൈവച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ ഫേസ് ഓവറോൾ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ നമ്മളിവിടെ ചെയ്യുന്നത് 4 സ്റ്റെപ്സാണ് കേട്ടോ. ഫസ്റ്റ് ക്ലെൻസിങ്, സ്ക്രബിങ് കഴിഞ്ഞു, ഫേസ് പാക്ക് ഇട്ടു. അങ്ങനെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് 20 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡാർക്ക്നെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. വീക്ക്ലി 2 ടൈംസ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ തന്നെയാണ്. ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. 20 മിനിറ്റും മറ്റേത് 5 മിനിറ്റ് വീതമാണ്. കൂടിപ്പോയാൽ ഒരു 30-35 മിനിറ്റിനുള്ളിൽ ഇത് ഫുള്ളി കംപ്ലീറ്റ് ആവും. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിലാണ് നമ്മുടെ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വരുന്നത്. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിസൾട്ട് എത്രമാത്രം ബ്രൈറ്റർ ആയിട്ടുണ്ടെന്ന്. ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലൈവായിട്ടുള്ള റിസൾട്ടാണ്. ശരിക്കും അമേസിങ് ആണ്. ഡൾനെസ്സും ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേഷ്യലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. അതായത് വെറും 20 മിനിറ്റ് മതി ഫേഷ്യൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഷുവറായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.